വണ്ടിയുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല് മോൾ ഭാഗം ഇല്ല വണ്ടി. അതുപോലെ ഫ്രണ്ട് ബോണറ്റ് തിരിഞ്ഞു പോയിട്ട് എഞ്ചിനും ബോണറ്റും അടക്കം ആ ഫ്രണ്ടിലത്തെ പീസ് ഫുള്ളായിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോയി ബാക്കിലെ ഭാഗവും തിരിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം ഒരു ലൈക്കും കൂടി ചെയ്തേക്കും. ഒരു പക്ഷേ ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്താൻ അത് എന്നെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലിച്ചൂസ് കൊച്ചിക്കാരി അച്ചായത്തി എന്ന് പറയുന്ന ഒരു ഓട്ടോമോട്ടീവ് ഡീലർ, അവരെ കുറിച്ചാണ്. ഇവരുടെ ഒരു വീഡിയോ കാണാനിടയുണ്ടായി ഇന്ന് കുറച്ചു മുൻപ്. ആ വീഡിയോയിൽ അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്: അവരും അവരുടെ ഒരു വണ്ടിയും ഇപ്പോൾ എയറിലാണ്. ആ എയറിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റാതിരുന്നെങ്കിൽ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പണ്ട് ആരണ്ടോ പറഞ്ഞിട്ടുണ്ടല്ലേ, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നമ്മളത് സാധിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ആവശ്യപ്രകാരം ഞാനും അവരുടെ ഒരു വിഷയം സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് അത് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, അവരുടെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, ഞാനും നമ്മളുടെ യെല്ലോ പജേറോയും ഇപ്പൊ കംപ്ലീറ്റ് എയറിലാണ്. ഞങ്ങളിപ്പോ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നടക്കുവാണ്, ഞങ്ങളിങ്ങനെ പറന്നോണ്ടിരിക്കുന്നതാണ്. ഓഹ് എൻ്റെ അമ്മോ, എനിക്ക് ഇന്നും ഇങ്ങനെ ഏറി നിൽക്കാൻ പറ്റിയിരുന്നെങ്കിലും താഴത്ത് ഇറങ്ങണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് അച്ചായത്തെ താഴെ ഇറക്കാതിരിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. പജേറോ ആണ് താരം. പജേറോ ആരാണെന്ന് ചോദിച്ചാൽ കൊച്ചിക്കാരി അച്ചായത്തി വിൽക്കാൻ വെച്ചിരുന്ന, ക്ഷമിക്കട്ടോ, 10,000 രൂപയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ഒരു കാറായിരുന്നു. 10,000 രൂപയ്ക്ക് ഒരു കാർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വേണമെന്ന് പറയോ? ഇല്ലല്ലോ. ഇപ്പൊ കുറച്ച് നാൾ മുൻപ് ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടൊരു കാഴ്ചയാണ്. വെറും 10,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു പജേറോ സ്വന്തമാക്കാം. വളരെ സിമ്പിൾ ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. 10,000 രൂപ കൊടുക്കുക, അവരൊരു ലോട്ട് തരും. ആ ലോട്ട് വീണ് കഴിഞ്ഞാൽ ആ പജേറോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. കുറെ പേര് കാശ് കൊണ്ട് കൊടുത്തിട്ടുണ്ടാവാം. 100 × 10,000 എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ. ഈ 10 ലക്ഷം രൂപയാണ് ഈ പജേറോയുടെ വില അവരിട്ടേക്കുന്നത്. കുറെ പേരൊക്കെ കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ അത് എവിടെ എത്തിയില്ല. സ്വാഭാവികമായിട്ടും ആ ഒരു നറുക്കെടുപ്പ് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അപ്പൊ ഈ കാശ് കൊടുത്തവർക്ക് തിരിച്ചു കൊടുത്തോ? ഒരു ഐഡിയ ഇല്ല. തദൈവ. അങ്ങനെ ഇരിക്കുകയാണ് കൊച്ചിക്കാരി അച്ചായത്തി പജേറോ 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കാനായിട്ട് വന്നത്. അപ്പൊ ആദ്യത്തെ നറുക്കെടുപ്പ് അവിടെ കഴിഞ്ഞു കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പിന്നെ പുറത്തേക്കൊന്നും വന്നിട്ടില്ല. വന്നതായിട്ട് ഞാൻ കണ്ടില്ല. അതിനുശേഷം 10 ലക്ഷം രൂപയാണ് ഈ പജേറോയുടെ വിലയെന്നും പറഞ്ഞിട്ട് ഇവര് വീണ്ടും വന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പൊ നമ്മളുടെ ഈ വണ്ടിക്ക് എത്രയാണ് ചോദിക്കണമെന്നൊക്കെ പലരും എൻ്റെ അടുത്ത് ഇപ്പോഴും വന്നിട്ട് ആ ട്രോൾ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. 2009 മോഡൽ SFX ആണിത്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. റീടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ റീസെന്റ് കഴിഞ്ഞതേ ഉള്ളൂ. 10 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, ഇതിന്റെ നേരത്തെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർപ്പിൾ കളർ ആയിരുന്നു. അത് പിന്നെ നേരത്തെ കളർ പർപ്പിൾ കളർ ആയിരുന്നു, ഇപ്പൊ അത് യെല്ലോ ആണ്. അപ്പോൾ അതിന് ഇവർ പറഞ്ഞ ന്യായീകരണം എന്ന് പറയുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. അപ്പൊ സെക്കൻഡ് വണ്ടി എടുത്തയാള് ഇതിന്റെ കളർ ഇഷ്ടപ്പെടാതെ മാറ്റിയെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷേ അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥ നമുക്ക് വഴിയെ കേൾക്കാം. ഇവർക്ക് ബാക്കി എന്താ പറയാനുള്ളതും കൂടി കേട്ടിട്ട് വരാം. സെക്കൻഡ് ഓണറിൽ വന്നപ്പോഴത്തേക്കും ആ പുള്ളി അത് മാറ്റിയിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒരു മഞ്ഞ കളർ അടിച്ച് പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കി വണ്ടി ഇപ്പൊ റോട്ടിൽ കൂടെ കൊണ്ടു നടക്കുന്നു. റോട്ടിലും കാട്ടിലും ഒക്കെ കൊണ്ടു നടക്കുന്നു. പിന്നെ ആക്സിഡന്റ് ഇല്ലാന്നൊന്നും ഞാൻ ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഏതോ ഒരു വേട്ടാവളിയൻ, ഞാൻ പറയണില്ലൊന്നും, ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തായാലും ആക്സിഡന്റ് ഇല്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഉണ്ടെന്ന് പറഞ്ഞോ? അത് എവിടെയും കണ്ടില്ലല്ലോ. അന്ന് മറ്റേ നറുക്കെടുപ്പിടുന്ന സമയത്തും ആക്സിഡന്റ് ആയ വണ്ടിയാണെന്ന് പറയുന്നില്ല. എന്തുകൊണ്ട് കളർ മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഈ വണ്ടി കോതമംഗലത്ത് വെച്ച് ആക്സിഡന്റ് ആയ വണ്ടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ കളർ മാറ്റി കുട്ടപ്പനാക്കി പുതിയ വണ്ടി പോലെ കൊണ്ട് മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. അരെ വാ, മഞ്ഞ കളർ പജേറോ കണ്ടു കഴിഞ്ഞാൽ മുട്ടായി പോലത്തെ ഒരു വണ്ടി. ആര് വാങ്ങിച്ചു പോകും എന്നാണ് അച്ചായത്തി വിചാരിച്ചത്. പക്ഷേ ആരും അങ്ങോട്ട് ചെന്നില്ല. അങ്ങനെ വന്നപ്പോൾ അച്ചായത്തി എന്താ ചെയ്തെന്നറിയോ? ഇതിന്റെ വില നേരെ അങ്ങ് കുറച്ചു. അങ്ങനെ കുറച്ച് വിലയുമായിട്ട് വീണ്ടും അച്ചായത്തി വന്നിട്ടുണ്ട്. 10 ലക്ഷം രൂപയുടെ സാധനം ഒറ്റയടിക്ക് 6 ലക്ഷം രൂപയായിട്ട് മാറി. 6,80,000 രൂപക്ക് മിത്സുബിഷിയുടെ പജേറോ സ്വന്തമാക്കിയാലോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 2009 മോഡൽ മിത്സുബിഷി പജേറോ SFX 4x4 ആണ്. അന്ത പജേറോ താൻ ഇന്ത പജേറോ. 10 ലക്ഷം രൂപയുടെ അതേ പജേറോ തന്നെയാണ് ഈ 6 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാനിട്ടേക്കുന്നത്. അതും ആരും വാങ്ങാൻ വന്നിട്ടില്ല. ബാക്കി കേൾക്കാം. 1,20,000 കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ ഓടിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് കേട്ടോ. നല്ല കിഡിലൻ ഫാൻസി നമ്പർ വരുന്നുണ്ട് 2345 എന്ന് പറഞ്ഞിട്ട്. 5ന്റെ കൂടെ 2 കൂട്ടി കഴിഞ്ഞാൽ 7, അതുപോലെ തന്നെ 4ന്റെ കൂടെ 3 കൂട്ടി കഴിഞ്ഞാൽ 7. 5ന്റെ കൂടി 2 കൂട്ടിയാൽ 7, 4ന്റെ കൂടി 3 കൂട്ടിയാലും 7. പണ്ട് കണക്ക് ക്ലാസ് മിസ്സാക്കാത്തതിന്റെ ഗുണമേ. ബാക്കി കേൾക്കാം. ഞങ്ങളുടെ KLC സീറോസ് കൊണ്ട് ആ ഒരു ഡിമാൻഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വണ്ടിയിൽ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമേ പറയാം. പിന്നെ ഓഫ് റോഡ് കൊണ്ടുപോകാനായിട്ടുള്ള മൂടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നഷ്ടവും കാര്യങ്ങളൊന്നും വരാനായിട്ടില്ല. എന്തായാലും ഓഫ് റോഡ് പോകാനുള്ള താല്പര്യത്തോടെയാണ് ഈ വണ്ടി എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. പോകുന്ന വഴിക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പാഴ്സലാക്കി വീഴുന്ന കാണാൻ വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് അച്ചായത്ത് പറയുന്നത്. അല്ലറ ചില്ലറ പണിയൊക്കെ ഉണ്ട്. അത് എന്ത് പണിയാണെന്നൊന്നും പറയുന്നില്ല. അല്ലറ ചില്ലറ പണി. ആക്സിഡന്റ് ആയ വണ്ടിക്ക് എപ്പോൾ വേണമെങ്കിലും പണികൾ വരാമല്ലോ. കോതമംഗലത്ത് വണ്ടി മറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു ചെറിയ ആക്സിഡന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. താല്പര്യമുണ്ടോ?
10 ലക്ഷം രൂപയുടെ സാധനം 6 ലക്ഷം രൂപയ്ക്ക് കിട്ടുകയാണ്. നിങ്ങൾക്ക് വേണോ? ഇനി ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഈ വണ്ടിക്ക് സംഭവിച്ചത്, എന്തുമാത്രം ഉടായിപ്പാണ് ഈ കുഞ്ഞ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വണ്ടി ഉണ്ടല്ലോ വളരെ പുഷ്പം പോലെ വണ്ടി പോകും. വണ്ടി ലാസ്റ്റ് റിക്കവർ ചെയ്ത് മൂവാറ്റുപുഴയിലാണ് വണ്ടി ഇട്ടേച്ചത്. അങ്ങനെ മൂവാറ്റുപുഴയില് വണ്ടിയുടെ നോക്കാൻ വേണ്ടി പോയപ്പോ, വണ്ടി കാണാൻ വേണ്ടി പോയപ്പോ ഞാനുണ്ടായിരുന്നു. അപ്പൊ വണ്ടിയുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾ ഭാഗം ഇല്ല വണ്ടി. അതുപോലെ ഫ്രണ്ട് ബോണറ്റ് തിരിഞ്ഞു പോയിട്ട് എഞ്ചിനും ബോണറ്റും അടക്കം ആ ഫ്രണ്ടിലത്തെ പീസ് ഫുള്ളായിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോയി, ബാക്കിലെ ഭാഗവും തിരിഞ്ഞു. അങ്ങനെ ചേസിലല്ല, അതായത് വണ്ടി തിരിഞ്ഞു വരും. അങ്ങനെ വണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലാണ്ട് പറ്റായിട്ട് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഷോറൂമുകാർ 28 ലക്ഷം രൂപ ഈ വണ്ടി ഫുള്ള് പണിതെടുക്കണമെങ്കിൽ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുള്ളി ടോട്ടൽ ലോസ് ചെയ്തിട്ട് എന്താ ചെറിയ എമൗണ്ട് എങ്ങാണ്ട് ഈ വണ്ടിക്ക് കിട്ടി. ഈ വണ്ടി അന്ന് ഉപേക്ഷിച്ച വണ്ടിയാണ്. വണ്ടി ഉണ്ടല്ലോ വളരെ പുഷ്പം പോലെ വണ്ടി പോകും. ശേഷം ഈ വണ്ടി അത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു ദിവസം ഈ കുണ്ടന്നൂര് വെച്ചിട്ട് കണ്ടായിരുന്നു. മഞ്ഞ പെയിന്റ് ഒക്കെ അടിച്ച് വണ്ടി മൊത്തത്തിൽ മാറ്റി. എനിക്ക് തോന്നല്ല എന്തോ ബോഡി മാറ്റിയതാണ്. ഇനി അന്നേരം വണ്ടിക്ക് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. അവിടെ ഇവിടെ പാടുകളും ചളുക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതേ ഇതിൽ തന്നെ പണിതെടുത്താണോന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം മഞ്ഞ പെയിന്റ് അടിച്ച് വണ്ടി കണ്ടായിരുന്നു. ഇപ്പൊ ആരും എടുത്തേക്കണ പറഞ്ഞില്ല. അതിനുശേഷം ഈ വണ്ടി ഞങ്ങൾ കാണാറില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ വണ്ടി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ കണ്ടപ്പോഴാണ് ഈ വണ്ടി പിന്നെ ഞങ്ങൾ കാണുന്നത്. ഈ വണ്ടി ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. കാരണം ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഒരുപാട് കൂട്ടുകാരും ഞങ്ങളുടെ ചേട്ടനൊക്കെ ആയിട്ട് ഒരുപാട് കറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. അതുകൊണ്ട് ഈ വണ്ടി ഏത് ഇരുട്ടത്ത് കണ്ടാലും നമുക്കറിയാം. ടോട്ടൽ ലോസ് ആയ ഒരു വണ്ടി പുതിയ വണ്ടി പോലെ കൊണ്ട് മുന്നിൽ നിർത്തിയിട്ട് വിൽക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ഏതെങ്കിലും പാവപ്പെട്ടവൻ പോയി ആ വണ്ടി വാങ്ങിച്ചാൽ അവന്റെ കാര്യം തീരുമാനമായി. ശരിക്കും വണ്ടി കച്ചവടക്കാരിൽ കുറെ അധികം ഉടായ്പകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇമ്മാതിരി ഉടായ്പ ചരിത്രത്തിൽ ആദ്യം എന്ന് പറയേണ്ടി വരും. ഇവര് ന്യായീകരിക്കുന്ന ന്യായീകരണം ഭയങ്കര രസമാണ്. ആക്സിഡന്റ് ആയ വണ്ടികൾ നാട്ടിൽ ഇല്ലേ, അങ്ങനെയുള്ള വണ്ടികൾ വിറ്റ് പോകുന്നില്ലേ, ഈ ടോട്ടൽ ലോസ് എന്ന് പറയുന്നതിന് ഒന്നും ബാക്കി ഉണ്ടാവില്ല. അമ്മാതിരി ഒരു വണ്ടി കൊണ്ട് മുന്നിൽ വെച്ചിട്ട് ആദ്യം നറുക്കെടുപ്പ്, പിന്നെ 10 ലക്ഷം രൂപ, പിന്നെ 6 ലക്ഷം രൂപ. എന്തെന്നാണ് ചേച്ചി, ഇങ്ങനെയാണോ വണ്ടി വിൽക്കുന്നത്? നിങ്ങളുടെ സംസാരം കേട്ടതൊന്നും നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് എല്ലാം അറിയാം. ബാക്കി കേൾക്കുന്നവരൊക്കെ മണ്ടന്മാരാണെന്നാണ് നിങ്ങളുടെ വിചാരം. അപ്പോൾ അയമ എയറിൽ നിന്ന് ഈ ഇടയ്ക്ക് ഇറങ്ങില്ലാൻ തോന്നുന്നു. ഇതിനിടയ്ക്ക് ആരുടെയൊക്കെ കൊണ്ട് കേസ് നമുക്ക് നോക്കാം എന്നൊക്കെ പുള്ളിക്കാർ പറയുന്നുണ്ട്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരിടുന്ന വീഡിയോയുടെ ഒക്കെ താഴെ ഞാൻ ഇതുവരെയും എത്ര ഉടായ്പ കാണിക്കുന്നവരാണെങ്കിലും 1-2 പോസിറ്റീവ് കമന്റ് ഒക്കെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. പക്ഷെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ കമന്റ് ഉണ്ടാവില്ല പോസിറ്റീവായിട്ട്. അത് ഏത് വീഡിയോ ആയിക്കോട്ടെ. കാരണം ആൾക്കാർക്ക് അറിയാം ഇവർ നമ്പർ 1 ഉടായ്പാണെന്നുള്ളത്. ഇനി ഇവരുടെ വേറൊരു വീഡിയോ ഞാൻ ഇന്ന് രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ നോക്കിയിട്ട് കാണുന്നില്ല. ഒരു മാസം ഇവർക്ക് 2 ലക്ഷം രൂപ വേണം. അത് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കുമെന്നാണ് അയമ പറയുന്നത്. ആ വീഡിയോ പിന്നെ നോക്കിയിട്ട് കാണുന്നില്ല. അതുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് 2 ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ആരെ കുത്തിമറിച്ചിട്ടാണെങ്കിലും വണ്ടി സെയിൽ ചെയ്യും, ഏത് ലെവൽ വണ്ടിയാണെങ്കിലും. എന്നിട്ട് അയമ പറയുന്ന വേറൊരു വാക്കുണ്ട്, ഞാൻ ആരെയും പറ്റിക്കുന്നില്ല, ഞാൻ ആരെയും തട്ടിക്കുന്നില്ല, ആരെയും വെട്ടിക്കുന്നില്ല. ഇവരിൽ നിന്ന് വണ്ടി എടുക്കാൻ പോകുന്നവർ ഒന്ന് സൂക്ഷിക്കുക, ചെന്ന് ചാടാതിരിക്കുക. ചാടിക്കഴിഞ്ഞാൽ പെട്ടു എന്ന് പറഞ്ഞിരിക്കാനേ പറ്റുള്ളൂ. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചൂണ്ടിക്കാണിക്കാം. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. താങ്ക് യു.